അയ്യോ! ഈ ലെൻസ് ഇടുമ്പോ എന്റെ കണ്ണ് വെള്ളാരം കല്ല് പോലെ തോന്നുന്നത്. ഈ ലെൻസ് ഒന്ന് മാറ്റി തരാവോ? എന്നാണ് നമ്മുടെ ബ്രൈഡ് സുമയ്യ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ലുക്ക് കംപ്ലീറ്റ് ആവുമ്പോൾ ഓക്കെ ആകും എന്ന് പറഞ്ഞിട്ടൊന്നും ആളൊട്ടും കോൺഫിഡന്റ് ആയിരുന്നില്ല. ഇൻ കേസ് ഓക്കെ ആയില്ലെങ്കിൽ ലെൻസ് മാറ്റിത്തരാം എന്ന് പറഞ്ഞപ്പോൾ സുമി കുറച്ചൊക്കെ ഓക്കെ ആയി. സ്കിന്നിന്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പെട്ടെന്ന് തന്നെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ള മോയ്സ്ചറൈസർ PACയുടെ അക്വാ ബ്ലാസ്റ്റും അതുപോലെ സെറ്റാഫിലിന്റെ മോയ്സ്ചറൈസറുമാണ്. അതിൻ്റെ മുകളിൽ ഇൻഡൽജിയോയുടെ ഫേസ് ഓയിലും കൂടി അപ്ലൈ ചെയ്ത് സ്കിൻ കുറച്ചുകൂടി ഹൈഡ്രേറ്റഡ് ആക്കി. ആദ്യം നമ്മൾ ചെയ്തത് ഐ മേക്കപ്പ് ആണ്. ഐ മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബാക്കി കാര്യങ്ങളിലേക്ക് പോയത്. ഐ മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്തപ്പോഴാണ് ഞങ്ങൾക്ക് നല്ല 8ന്റെ പണി കിട്ടിയെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. കാരണം കറണ്ട് പോയി, ഫാനും പോയി. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന റിംഗ് ലൈറ്റ് ചാർജ് ചെയ്ത് ഉപയോഗിക്കുന്ന റിംഗ് ലൈറ്റ് ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അതും യൂസ് ചെയ്തു. വീഡിയോ എടുക്കാൻ നേരത്ത് അതാണ് ഏറ്റവും ഉപകാരമായത്. ചെറിയൊരു ഗ്ലോ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നതുകൊണ്ട് കളർ കറക്റ്ററും കൺസീലിങ്ങും പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തത് ഹുദ ബ്യൂട്ടിയുടെ പാലറ്റ് വെച്ചിട്ടായിരുന്നു. ആദ്യമായിട്ട് ലെൻസ് വെക്കുന്നതിൻ്റെ എല്ലാ അങ്കലാപ്പും സുമിക്കുണ്ടായിരുന്നു. പക്ഷെ പതുക്കെ പതുക്കെ അതൊക്കെ മാറി വന്നു കേട്ടോ. ആളുടെ ഫേസ് മേക്കപ്പും ബാക്കി എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ള ലുക്ക് ഇതായിരുന്നു. ഈ ഒരു ലുക്കിൽ ആള് കാണുമ്പോൾ ഫസ്മിനയുടെ ചെറിയൊരു ചായ ഉള്ള പോലെ ഞങ്ങൾക്ക് തോന്നിയിരുന്നു. ഫേസ് മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ ആള് നല്ല ഹാപ്പി ആയിരുന്നു. ലെൻസ് ആ ഒരു ലുക്കിനോട് മാച്ച് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ആളുടെ കല്യാണമൊക്കെ കൂടിയിട്ടാണ് തിരിച്ചു പോകുന്നത്. തിരിച്ചു പോന്നപ്പോൾ ഞങ്ങൾ കണ്ടൊരു കാഴ്ചയാണിത്. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ വെള്ളത്തിലേക്ക് എടുത്ത് ചാടാനാണ് തോന്നിയത്. അത്രയ്ക്കും ചൂടായിരുന്നു. പിന്നെ ആ ആഗ്രഹമൊക്കെ ബാക്കി വെച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ.